ചില സാധനങ്ങൾ കിട്ടാനില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്കത് വാങ്ങാനായിട്ട് അതിയായ താല്പര്യം തോന്നാറില്ലേ? എന്തുകൊണ്ടാണ് ഇതെന്ന് നോക്കാം. ഒരു പ്രോഡക്റ്റ് തീർന്നു പോകാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ നമ്മളുടെ ബ്രെയിൻ രണ്ട് രീതിയിൽ ചിന്തിക്കും. ഒന്ന്, ഇതിന് വലിയ മൂല്യമുണ്ട്. രണ്ട്, വേഗത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ ഇത് നഷ്ടമാകും. സെയിൽസിൽ ഇതിനെ സ്കേഴ്സിറ്റി പ്രിൻസിപ്പൽ എന്ന് പറയും. മൂന്ന് രീതിയിൽ നമുക്ക് സ്കേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഒന്ന്, ക്വാണ്ടിറ്റി ലിമിറ്റഡ്, പരിമിതമായ നമ്പേഴ്സ്. നമ്മൾ കണ്ടിട്ടില്ലേ, ലിമിറ്റഡ് സ്റ്റോക്ക് ഓൺലി 10 നമ്പേഴ്സ് ലെഫ്റ്റ് എന്നൊക്കെ കണ്ടിട്ടില്ലേ? ഇത് ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്ത് സ്കേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. രണ്ട്, ടൈം ലിമിറ്റഡ്, സമയപരിധിയിലൂടെ സ്കേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ഇതും നമ്മൾ കാണാറുണ്ട്. ഇന്ന് മിഡ് നൈറ്റിൽ ഓഫർ അവസാനിക്കുന്നു, അതുപോലെ തന്നെ ഈ വീക്കെൻഡിൽ ഓഫർ അവസാനിക്കുന്നു. ഇതൊക്കെ ടൈം ലിമിറ്റഡിന് എക്സാമ്പിൾസ് ആണ്. മൂന്നാമത്തത് എക്സ്ക്ലൂസീവ്, ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം, പ്രീമിയം കസ്റ്റമേഴ്സിന് മാത്രം, ഓൺലി ഫോർ സീനിയർ സിറ്റിസൺ. ഇതൊക്കെ എക്സ്ക്ലൂസീവ് മെത്തേഡ് ഓഫ് സ്കേഴ്സിറ്റി ക്രിയേഷൻസ് ആണ്. നിങ്ങൾ എത്ര ഓഫർ കൊടുത്തിട്ടും കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ കസ്റ്റമറെ കൊണ്ട് ഒരു ബൈയിങ് ഡിസിഷൻ എടുപ്പിക്കാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും സ്കേഴ്സിറ്റി നമ്മൾ ഫേക്ക് ചെയ്യരുത്. ഓഫർ ഇന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് നാളെയും നമ്മൾ ഇതേ ഓഫർ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കസ്റ്റമർ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കസ്റ്റമറുടെ ട്രസ്റ്റ് നഷ്ടമാകും.